ഇപ്പോൾ നിൽക്കുന്നത് കൊടകര ദേവാലയത്തിലാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് പിന്നിൽ അമൃത ഈ പള്ളി മണികൾ മുഴങ്ങുന്നത് കേൾക്കാൻ കഴിയും. നേരത്തെ ഈ അതിഥികളെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാർവത്രിക സഭയുടെ മാത്രം തലവനായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെ അദ്ദേഹം പോയി സന്ദർശിച്ചത് അത് കത്തോലിക്ക സഭയുടെ ചരിത്രവും ഒപ്പം തന്നെ മറ്റൊരു ചരിത്രവും കൂടെ ഉണ്ടാക്കിയ ഒരു ചരിത്രവും കൂടെ രചിച്ച ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇറാനിലെ പരമോന്നത നേതാവിനെ അദ്ദേഹം ആയത്തുല്ല ഖാനെ അദ്ദേഹം കണ്ടത്. അപ്പോൾ നേരത്തെ അതിഥികളെല്ലാം തന്നെയും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ആഗോള തലത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ്. അദ്ദേഹം 11 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 11 ഗ്രന്ഥങ്ങളിലും മനുഷ്യരാശിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെപ്പറ്റി, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 11 ഗ്രന്ഥങ്ങളിൽ പോലും അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് വലിയ നോയമ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ സഭയിലെ വിശ്വാസികൾക്ക് എഴുതുന്ന ഓർത്തി ഊർബിൽ പോലും അദ്ദേഹം ഈ വിശ്വാസത്തിനപ്പുറം നിന്നുകൊണ്ട് നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നു. അതായത് ക്രിസ്തു പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹം, ക്രിസ്തുവിൻ്റെ അനുയായികൾ ആ സ്നേഹത്തിലേക്ക് വളരണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത് ലോകം ഒന്നടങ്കം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്രതീക്ഷിതമായിരുന്നു. അത് ഇന്നലെ പോലും അദ്ദേഹത്തിൻ്റെ അവസാന ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗസ യുദ്ധം അവസാനിപ്പിക്കണം, ഉക്രൈനെ ചേർത്ത് പിടിക്കണം, ഗസയിലെ ചേർത്ത് പിടിക്കണം. ഗസയിലെ ഈ ഇടവക വികാരിയുമായി നിരന്തരം ഫോണിലൂടെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളൊക്കെ കൊടുത്തതാണ്. ഒരു സഭയുടെ മാർപ്പാപ്പ ഒരു ഇടവകയിലെ വികാരിയെ നേരിട്ട് വിളിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അത്തരത്തിൽ അദ്ദേഹം ലാളിത്യത്തിൻ്റെ ചേർത്ത് പിടിക്കുന്നത് ഒന്നായിരുന്നു. മറ്റൊന്ന് കുമ്പസാരിക്കുക. അദ്ദേഹത്തിൻ്റെ കുമ്പസാരങ്ങൾ പലപ്പോഴും കുമ്പസാരത്തെ വളരെ പവിത്രതയോടെയാണ് കത്തോലിക്ക വിശ്വാസികൾ കാണുന്നത്. അദ്ദേഹം എപ്പോഴും കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് ഈ വൈദികരോടാണ്, പുതിയ തലമുറയിൽപ്പെട്ട വൈദികരോടാണ്. ആ വൈദികരോടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ഈ പലതരത്തിലുള്ള സഭയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹം ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് വൈദികർക്കും ബിഷപ്പുമാർക്കും എതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു മനപ്രയാസം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഈ ചാക്രിയ ലേഖനങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുന്നതനുസരിച്ച് സഭയുടെ വിശ്വാസത്തിൽ ഊന്നിയ തീക്ഷ്ണമായ വിശ്വാസത്തെ പ്രതിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചാക്രിയ ലേഖനങ്ങളിൽ പറയുന്നത്. പക്ഷേ മാർപ്പാപ്പയുടെ ചാക്രിയ ലേഖനത്തിൽ, ഇത്തവണത്തെ ലേഖനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം എഴുതിയ ചാക്രിയ ലേഖനങ്ങളിൽ പരസ്പരം സ്നേഹിക്കുക, യുദ്ധമൊന്നിനും ഒരു ആഹാരമല്ല എന്നതടക്കം, യുദ്ധം മനുഷ്യരാശിയിൽ നിന്നും തുടച്ചു നീക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അമൃത, എനിക്കൊരു 10 സെക്കൻഡ് എനിക്ക് സമയം തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അദ്ദേഹം എങ്ങനെയാണ് വന്നത്, അദ്ദേഹത്തിൻ്റെ ആ വൈദിക വൃത്തി തൊട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്, എല്ലാ മാർപ്പാപ്പന്മാർക്കും ഒരു ആപ്തവാക്യമുണ്ട്. ആ ആപ്തവാക്യം എങ്ങനെയാണ്? കാരണത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആപ്തവാക്യം. എന്തുകൊണ്ടാണ് കാരണത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവെന്ന ആപ്തവാക്യം അദ്ദേഹം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അസീസിയിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഫ്രാൻസിസ്, ആ ഫ്രാൻസിസിനെ കത്തോലിക്ക സഭ വിശുദ്ധനാക്കി. ആ സെന്റ് ഫ്രാൻസിസിന്റെ വിശുദ്ധ നാമധേയത്വം അദ്ദേഹം തിരഞ്ഞെടുത്തു. ഈശോ സഭയിലെ വൈദികനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തതാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയാണ്. സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് സമയങ്ങളിൽ ഇതിനു മുൻപ് ദൈർഘ്യം കുറവ് പാപ്പയായിട്ട് സേവനമനുഷ്ഠിച്ചതിൽ ജോൺ പോൾ ഒന്നാമനും ഇപ്പോൾ നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 12 വർഷവും ജോൺ പോൾ ഒന്നാമനും മാർപ്പാപ്പ 54 ദിവസവുമാണ് മാർപ്പാപ്പയായി സേവനമനുഷ്ഠിച്ചത്. 1936 ഡിസംബർ മാസം 17-ാം തീയതി അർജന്റീനയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ജനന പേരെന്ന് പറയുന്നത് ഹോർഗെ മരിയോ ബെർഗോളിയോ. പിന്നീട് അദ്ദേഹം കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഈ നാമധേയത്വമാണ് അദ്ദേഹം സ്വീകരിച്ചത്. 1958 മാർച്ച് മാസം 11-ാം തീയതി വിയയിലെ ദേവമാതായിൽ സെമിനാരിയിൽ അദ്ദേഹം ചേർന്നു. പിന്നീട് 1969 ഡിസംബർ മാസം 13-ാം തീയതിയാണ് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുന്നത്.
1992 ജൂൺ 27 അദ്ദേഹം മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. 1969 1992 കൂട്ടി നോക്കുക, അധികം വർഷമായിട്ടില്ല, ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം മെത്രാൻ പദവിയിലേക്ക് എത്തി. 1992 ബ്യൂണസ് ഐഴ്സിന്റെ സഹായ മെത്രാനായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. 2001 അദ്ദേഹം കർദിനാൾ പദവിയിലെത്തി. സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾ കർദിനാൾ പദവിയിൽ എത്തുക എന്നുള്ളത് അത്ര വലിയ പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. അതിന് ഏറെ ത്യാഗം ആവശ്യമാണ്, സഹനം ആവശ്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാനൂനിക നിയമങ്ങളെല്ലാം തന്നെയും പാലിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ അദ്ദേഹത്തിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ 2001 ഫെബ്രുവരി മാസം 21 കർദിനാൾ പദവിയിലെത്തി. 2013 മാർച്ച് മാസം 13 അദ്ദേഹം മാർപ്പാപ്പയായി ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പിൻഗാമിയായി തെരഞ്ഞെടുത്തത്. 2013 മാർച്ച് മാസം 19 അദ്ദേഹം പോപ്പ് ഫ്രാൻസിസ് എന്ന നാമധേയത്വം സ്വീകരിച്ച പോപ്പായി സ്ഥാനമേറ്റു. 11 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം ആകെ രചിച്ചത്. ഒപ്പം തന്നെ ചാക്രീയ ലേഖനങ്ങളിലൂടെ കത്തോലിക്ക സഭയുടെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അമൃത.